വെൽക്കം ടു ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം. ഫ്യൂച്ചറിന്റെ എല്ലാ ഓൺലൈൻ ബാച്ചുകളും ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നൽകുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് ഞങ്ങൾ എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ ഏറ്റവും ഗംഭീരരായിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത്. ഇനി അതോടൊപ്പം തന്നെ ആ ടീച്ചേഴ്സ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത അവരുടെ സ്റ്റഡി മെറ്റീരിയൽസും ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഒക്കെ ഈ കോഴ്സിന്റെ ഭാഗമായി ഞങ്ങൾ നൽകുന്നുണ്ട്. എന്തൊക്കെയാണ് ബാച്ചിന്റെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. വാ. ഹലോ മക്കളെ, വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. അപ്പോൾ ദാ ഇപ്പോൾ SSLC കഴിഞ്ഞ് നിൽക്കുന്ന മക്കളില്ലേ, ഓൾറെഡി ചില ആൾക്കാർക്കൊക്കെ +1 അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും. ചില ആളുകളൊക്കെ ഇപ്പോഴും അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എന്തോ ആകട്ടെ, നിങ്ങൾ +1 സയൻസ് എടുക്കാനാണോ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നോ മക്കളെ? നമ്മൾ 10ാം ക്ലാസ്സിലല്ലേ സയൻസ് സബ്ജക്റ്റുകൾ മാത്രം ഒന്ന് എടുത്തു നോക്കിക്കേ. ഓരോന്നും എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഫിസിക്സ് നമ്മൾ 7 ചാപ്റ്റേഴ്സാണ് പഠിച്ചത്. കെമിസ്ട്രിയോ 7 ചാപ്റ്റേഴ്സ്, ബയോളജി 6 ചാപ്റ്റേഴ്സ്, മാത്സോ 13 ചാപ്റ്റേഴ്സാണ് പഠിച്ചത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ +1 എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടാവുന്നത്? ഒന്ന് പറഞ്ഞു കേട്ടെ, ഞാനൊന്ന് മൊത്തമായിട്ടൊന്ന് പറഞ്ഞുതരാം. എന്തിനാ സാർ ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മെല്ലെ മെല്ലെ മനസ്സിലാവും. ഫിസിക്സിൽ നിങ്ങൾ +1 14 ചാപ്റ്റേഴ്സ് പഠിക്കും, കെമിസ്ട്രിയിലോ 9 ചാപ്റ്റേഴ്സ്, ബയോളജി 19 ചാപ്റ്റേഴ്സ്, മാത്സോ 14 ചാപ്റ്റേഴ്സ്. സാറേ, ഈ കെമിസ്ട്രിയും മാത്സും നോക്കുന്ന സമയത്ത് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഫിസിക്സിന് വ്യത്യാസമുണ്ട്, ബയോളജിക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ വലിയ പ്രശ്നമാണോ? വലിയ പ്രശ്നമാണ്. എന്താ ഈ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ 10ാം ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ 3 ചാപ്റ്റർ പഠിക്കുന്നതിന് സമാനമാണ് നിങ്ങൾ +1 1 ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 9 ചാപ്റ്റേഴ്സാണ് വലിയ ചാപ്റ്റർ അല്ലേ? ആണ്. ഇതേപോലെ തന്നെയാണ് മാത്സും, ഇതേപോലെ തന്നെയാണ് കെമിസ്ട്രി, ഇതേപോലെ തന്നെയാണ് നമ്മൾ ഫിസിക്സ്. എല്ലാ സബ്ജക്റ്റും അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ബോർഡ് ലെവൽ മാത്രമാണ്. നമ്മൾ ബോർഡ് ലെവൽ മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്? അല്ല, നമുക്ക് നീറ്റ് കിട്ടണ്ടേ? അപ്പോൾ നീറ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ബുദ്ധിമുട്ടി പോകും എന്നാണോ? അല്ല. അതിന് കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നീങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാനിങ് ആണ് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യാൻ പോകുന്നത്? സംസാരിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ ക്ലാസ് ലെവലിൽ നമുക്ക് ബോർഡ് എക്സാമും ഫോക്കസ് ചെയ്യണം, സെയിം ടൈമിൽ നമ്മൾ എൻട്രൻസ് എക്സാം അല്ലേ, നീറ്റ് കൂടി നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടെന്താ? നല്ലൊരു സപ്പോർട്ടാണ്. നല്ലൊരു സപ്പോർട്ടിന് നല്ലൊരു ആപ്പ്, നല്ലൊരു ബാച്ച് നമുക്ക് വേണം. അപ്പം ഞാൻ ആദ്യം തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നമ്മളെ ക്ലാസ് 11ൻ്റെ ബാച്ചായിട്ടുള്ള ആസ്ട്രോ ക്ലാസ് 11. വളരെ വളരെ ഹാപ്പിയായിട്ട് ഞാനിത് പറയാനുള്ള കാരണം എന്താ അറിയോ? ഒരുപാട് സർപ്രൈസുകളാണ് നിങ്ങളെ കാത്തു നിൽക്കുന്നത്. ഞാൻ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം, വൈ ആസ്ട്രോ ക്ലാസ് 11? എന്തുകൊണ്ട് നിങ്ങൾ ആസ്ട്രോ ബാച്ച് തിരഞ്ഞെടുക്കണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബോർഡ് എക്സാമിന് എന്തായാലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. 10ാം ക്ലാസ് വരെ നമ്മൾ നോക്കുന്ന സമയത്തെ നമ്മളെ ക്ലാസ്സിലെ രാജാവ് ചിലപ്പോൾ നമ്മളായിരിക്കും. എന്നാൽ നമ്മൾ +1 എത്തുമ്പോഴേ ഒരുപാട് കുട്ടികളും കൂടി വരും. ആ ഓരോ കുട്ടികളും ഓരോരോ ക്ലാസ്സിലെ ടോപ്പറായിരിക്കും. അപ്പോൾ നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സൂപ്പറായിട്ട് പഠിക്കുന്ന ഏറ്റവും ടോപ്പേഴ്സ് ആയിരിക്കും നമ്മൾ എല്ലാ ഭാഗത്തും ഉണ്ടാവുക. ആ ടോപ്പേഴ്സിനോടാണ് നമ്മൾ ഇനി മത്സരിക്കാൻ പോകുന്നത്. അപ്പം സാധാ രീതിയിൽ പഠിച്ചാൽ പോരാ, അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. ഏത് ബോർഡ് എക്സാമിന് മാത്രമാണോ? അതിൻ്റെ കൂടെ എൻട്രൻസ് കൂടി നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇതാണ് ആദ്യത്തെ കാര്യം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഒരു അക്കാദമിക് പ്ലാനോട് കൂടി മുന്നോട്ട് പോകണം, കറക്റ്റായിട്ടുള്ള. അതായത് ഇപ്പോൾ ഓണപരീക്ഷ, പിന്നെ ഹാഫ് ഇയർലി, മോഡൽ എക്സാം, മെയിൻ എക്സാം, ഈ ഓരോ എക്സാമിനും നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് ആ ഒരു സമയത്ത് തീരേണ്ട പോർഷൻസ് തീർത്ത് നല്ല വൃത്തിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ആസ്ട്രോ ബാച്ചിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു ഫൗണ്ടേഷൻ. എടാ, നീറ്റൊക്കെ എഴുതണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ +1 +2 പഠിക്കണം. ആ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നല്ല ഗൈഡൻസ് അല്ലേ, നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ വേണം, നല്ലല്ലേ നമ്മൾ പഠിക്കുള്ളൂ. 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചെന്താ? നമ്മളെ പേരൻസ് ആണെങ്കിലും എന്തിന് നാട്ടുകാരും വീട്ടുകാരോടൊക്കെ എല്ലാ ആൾക്കാരും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കിൽ നിന്ന് ഒരു പുഷ് തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ +1 നിങ്ങൾക്ക് ആ പുഷ് തരാൻ പോകുന്നത് ഞങ്ങളാണ്, ഫ്യൂച്ചർ ടീമാണ്. ഓക്കെ, ഇനി ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണം? നല്ല അടിപൊളി ഫാക്കൽറ്റീസ് വേണം, നല്ല അടിപൊളി ടീച്ചേഴ്സ് വേണം. അപ്പം നമ്മളെ ഫാക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ്. ഒന്ന് നോക്കിക്കതാ, ഈ ടീച്ചേഴ്സിനെ പല ആളുകളെയും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, എന്നാൽ ചില ആൾക്കാർ പരിചയം ഉണ്ടാവില്ല. പക്ഷെ ഞാനൊരു ഉറപ്പ് പറയാണ്, 2026-2027 വർഷത്തിൽ
നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നത് ഈ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകളായിരിക്കും എന്നുള്ളൊരു വാക്ക് ഞാനിതാ ഇപ്പോൾ ഇവിടുന്ന് പറയാണ്. ഓക്കെ, സെറ്റാണല്ലോ? അത് നമുക്ക് സെറ്റായിട്ട് പഠിക്കാം. ഇനി നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു ബാച്ച് സെലക്ട് ചെയ്യണം? ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ് ആണ്. സാറേ ലൈവ് ക്ലാസ് ഞങ്ങൾ കുറേ കേട്ടിട്ടുണ്ട്. ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ ഇപ്പോൾ റേഡിയോ ഒക്കെ സംസാരിക്കുമ്പോൾ ഒരാളിങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിക്കുക, കുറേ ആൾക്കാർ ഇങ്ങനെ കേട്ടിരിക്കുക എന്നുള്ളതിൻ്റെ പുറമെ നമ്മൾ അധ്യാപകർ നിങ്ങളോട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നിങ്ങൾ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലേ? അതാണ് ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ. ഒരു പക്ഷേ നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റിയില്ല, എന്ത് ചെയ്യും? ആ ലൈവ് റെക്കോർഡഡ് വീഡിയോ ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? കാണാൻ പറ്റും, വീണ്ടും വീണ്ടും കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ സ്ലൈഡ്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാൻ പോവാം. എടാ, +1 എത്തുമ്പോഴേ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വായിക്കുന്നത് വളരെ കുറവായിരിക്കും. പല ആളുകളെയും ടെക്സ്റ്റ് ബുക്കിൻ്റെ സ്മെല്ല് വരെ അതുപോലെ തന്നെ ഉണ്ടാവും, മാറാതെ. അപ്പോൾ +1 എത്തുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള നോട്ട് കിട്ടണം. ആ നോട്ട് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ടത്. എന്നാലേ മനസ്സിലാവുള്ളൂ. 10ാം ക്ലാസ് വരെ അങ്ങനെയല്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നല്ല കൃത്യമായിട്ടുള്ള സ്ലൈഡ് നിങ്ങൾക്ക് കിട്ടണം. ആ സ്ലൈഡ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ എന്ത് ചെയ്യും? കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ട് വെറുതെ കുറേ ടോപ്പിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ? നോ. നിങ്ങൾ എക്സാം എഴുതി കുറേ തെറ്റുകൾ പറ്റി ആ തെറ്റുകൾ എന്ത് ചെയ്യണം? തിരുത്തി നിങ്ങൾ എന്ത് ചെയ്യണം? മുന്നോട്ട് വരണം. അതിന് കൃത്യമായിട്ടുള്ള എക്സാമുകൾ എന്ത് ചെയ്യും? നമ്മുടെ ആപ്പിൽ കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട്. ഈ മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നമ്മളെ അമ്മ നമ്മൾ നോക്കുന്നത് പോലെ, നമ്മളെ അച്ഛൻ നമ്മൾ നോക്കുന്നത് പോലെ നമ്മളെ മെൻറ്റേഴ്സ് നിങ്ങളെല്ലാ പഠന കാര്യങ്ങളിലും കൃത്യമായിട്ട് ഇടപെട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യം ആ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരും. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യും? നല്ലൊരു ലേണിംഗ് സപ്പോർട്ട് നമ്മൾ ഈ ആസ്ട്രോ ബാച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പല കുട്ടികൾക്കുള്ളൊരു പ്രശ്നമാണ് ഈ പഠിക്കുന്ന ഒരു ടൈം അല്ലേ? നമ്മളിപ്പോൾ നേരത്തെ വളരെ മോർണിംഗിലൊക്കെ ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോകേണ്ടതായിട്ടുണ്ടാവും അല്ലേ? നമ്മൾ രാവിലെ എഴുന്നേറ്റ് അല്ലേ? ചില ആൾക്കാരൊക്കെ നേരം വൈകിട്ടൊക്കെ എഴുന്നേൽക്കുക. അപ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മളൊരു ടൈം അങ്ങോട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് 7 to 10 PM ആയിരിക്കും. ആ 7 to 10 PM എന്തായാലും 1.5 മണിക്കൂർ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. 1.5 മണിക്കൂർ ക്ലാസ് ഉറപ്പായിട്ട് മക്കൾക്ക് എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ തരുന്നൊരു ഉറപ്പ്. ഓക്കെ, ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും പല ആൾക്കാർക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷൻ, സാർ ഇങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് സാറ് പറയുന്നുണ്ട്, അപ്പോൾ സാർ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് വലിയൊരു എമൗണ്ട് ആണോ? അല്ലേ, ഈ ഒരു ആപ്പ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഒരു എമൗണ്ട് വേണമല്ലോ. സാറ് വലിയൊരു എമൗണ്ട് ആണോ പറയാൻ പോകുന്നത്? അല്ല. അതാണ് ഏറ്റവും വലിയ സർപ്രൈസ്. മക്കളിതാ ഒന്ന് നോക്കിക്കേ, ഒരു നമ്പർ എഴുതിയിട്ട് അവിടെ വെട്ടിയിട്ട് നിങ്ങളൊരു നമ്പർ കാണുന്നില്ലേ? അതായത് ഇവിടെ 19,999 എന്നുള്ള പ്രൈസ് നമ്മൾ വെട്ടിയിട്ട് ഒറ്റയടിക്ക് 4,999 രൂപ. ഈ ഒരു പ്രൈസിലാണ് മക്കളെ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ആപ്പ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. വെറും ബോർഡ് എക്സാമിനെ ഫോക്കസ് ചെയ്യുന്നതല്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നീറ്റ് എക്സാം കൂടി ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മളെ ക്ലാസ് എന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഏതായിട്ട് വേണമെങ്കിലും കമ്പയർ ചെയ്യാം. 4,999 രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ NCERT ബേസ്ഡ്, അതിൻ്റെ കൂടെ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും. ഓക്കെ, ഈ കാര്യങ്ങൾ മക്കളൊന്ന് മനസ്സിൽ വെച്ചേക്കാം. ഇനി എന്തിനാണ് നമ്മളിപ്പോൾ ക്ലാസ് 11 തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം എന്ന് ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. സാർ നീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ടൊക്കെയല്ലേ നമ്മൾ എഴുതുക, അപ്പോൾ നമ്മൾ ക്ലാസ് 11 നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ പ്രിപ്പറേഷൻ അല്ലേ മക്കളെ? ഈ 2 വർഷത്തെ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നീറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ കൺസെപ്റ്റ് നമ്മൾ പഠിക്കണം. നമ്മൾ 10ാം ക്ലാസ് വരെ എങ്ങനെയായിരിക്കും പഠിച്ച് H=I²R ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെയല്ല ഇനി പഠിക്കേണ്ടത്. നിങ്ങൾ കുറേ ബൈഹാർട്ട് പഠിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. ഈ കോൺസെപ്റ്റ് നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയണം. അതാണ് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് തരാൻ പോകുന്നത്. കുറേ തമാശ പറയാം, ലൈവിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയാം എന്നതിൻ്റെ പുറമെ നല്ല കോൺസെപ്റ്റ് മക്കൾക്ക് തരിക എന്നാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ഇനി 2 വർഷം മുമ്പേ തുടങ്ങിയാലുള്ള ഗുണം എന്താ? നന്നായിട്ട് നമുക്ക് റിവിഷൻ നടത്താൻ പറ്റും, ഒരുപാട് ടൈം കിട്ടും അല്ലേ? അതേപോലെ തന്നെ ഈ +2 എത്തുന്ന സമയത്ത് അധിക കുട്ടികൾ, ഇപ്പം നിങ്ങളെ ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ +2 ചോദിച്ചു നോക്കിയാൽ മതി, ഭയങ്കര പ്രഷറിലായിരിക്കും. എന്താ? ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതണം, +2 എക്സാം വരുന്നുണ്ട്, ലാബ് എക്സാം വരുന്നുണ്ട്. മക്കളെ +1 നമ്മൾ +1 കാര്യങ്ങൾ ക്ലിയർ ആക്കിയാലോ +2 അതിൻ്റെ ടെൻഷൻ ഉണ്ടാവുമോ? ഇല്ല. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് നല്ലൊരു അക്കാദമിക് ഗ്രോത്ത് നമുക്കെന്ത് ഈ ഒരു ആപ്പ് വഴി ഉണ്ടാവും. ഓക്കെ, സെറ്റാണല്ലോ. ഇനി
മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാച്ച് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാർ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലായി, എല്ലാ കാര്യങ്ങളും മനസ്സിലായി. എന്നാൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ജൂലൈ 1st വീക്കിലാണ്. ജൂലൈ 1st വീക്കിൽ നമ്മൾ ആദ്യം മുതൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. വെറുതെ +1 ലെവൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യല്ല. നിങ്ങൾ +1 ഒരു ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് 8th 9th 10th നിങ്ങൾ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കി പഠിപ്പിച്ച് തന്നതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ക്ലാസ് 11th കിടക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കുറഞ്ഞ ഫീസാന്ന് പറഞ്ഞു, ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് ഉടനെ തന്നെ എന്ത് ചെയ്യുക, നമ്മളെ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, വിളിക്കുക. ഇപ്പം തന്നെ നമ്മളെ ആപ്പ് പർച്ചേസ് ചെയ്യുക. കാരണം എന്താ അറിയോ, ആദ്യത്തെ 500 ആളുകൾക്കാണ് ഈ 4999 രൂപ എന്ന് പറഞ്ഞൊരു പ്രൈസ് ഉണ്ടാവുള്ളൂ. പിന്നീട് ആ പ്രൈസ് കൂടും. അപ്പോൾ ആദ്യത്തെ 500 ആൾക്കാർക്കേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഈ നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം: 9995200700. ഇതാണ് നമ്മുടെ നമ്പർ. അപ്പോൾ ഈ നമ്പറിലേക്ക് മക്കൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഈ 2026-2027 ബാച്ചിൽ നമുക്ക് ബോർഡ് എക്സാമും അതുപോലെ തന്നെ നീറ്റും അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പഠിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. നമുക്കെന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.